നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് ക്രൈം നന്ദകുമാറിനോട് മലയാളി ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എന്നാണോ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ വിമർശിക്കാൻ തുടങ്ങിയത്, അന്നു മുതൽ തുടർച്ചയായ വിമർശനങ്ങളല്ലാതെ മലയാള മാധ്യമങ്ങളും ബുദ്ധിജീവി സമൂഹവും പലപ്പോഴായി അധികാരത്തിലേക്ക് പിണറായി വിജയൻ വന്ന കാലം തൊട്ട് നിലപാട് മാറ്റിയതുപോലെ ഒരിക്കലും നിലപാട് മാറ്റാതെ ഇപ്പോഴും പിണറായി വിജയനെ കേരളീയ സമൂഹത്തിന് ഗുണം ചെയ്യാത്ത ഒരു നേതാവായി അങ്ങയുടെ എല്ലാ സ്റ്റോറികളിലും ഞങ്ങൾ കണ്ടുവരുന്നുണ്ട്. ആ നിലപാട് എവിടെ തുടങ്ങിയതാണ്, ഇപ്പോഴും അത് തുടരുന്നത് എന്തുകൊണ്ടാണ്? ഈ പോക്കിൽ നിന്ന് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ജേർണലിസ്റ്റ് വിട്ടുവീഴ്ചയില്ലാതെ ഒരു നേതാവിനെ പിൻ പോയിൻ്റ് ചെയ്ത് പിന്തുടരുന്നത് ആത്യന്തികമായി കേരളീയ സമൂഹത്തെ എന്താണ് പഠിപ്പിക്കേണ്ടത്? തുടങ്ങുന്നത് എങ്ങനെയാണ് സർ? ആദ്യമായി പിണറായി വിജയനെ വിമർശിക്കേണ്ടി വന്ന സാഹചര്യം ഏതാണ്? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് കുടുംബപരമായി തന്നെ CPM-ൻ്റെ സഖാക്കളും അനുഭാവികളും SFIയുടെ ഒരു പാരമ്പര്യത്തിൽ നിന്നൊക്കെയാണ് സാർ വരുന്നത്. അവിടെ നിന്ന് പിണറായി വിജയനെ ഒരു ശത്രുവായി, അല്ലെങ്കിൽ ശത്രു മീൻസ് ഒരു ജനവിരുദ്ധനായി കണ്ട് ആദ്യത്തെ വിമർശനം തുടങ്ങുന്നത് എവിടെ മുതലാണ്? ആദ്യമായിട്ട് ഞാൻ മറുപടി പറയാനുള്ളത്, പിണറായി വിജയനെ ഏറ്റവും അഴിമതിക്കാരനായി, അല്ലെങ്കിൽ തട്ടിപ്പുകാരനായി, കൊള്ളക്കാരനായി, കൊലപാതകിയായി കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഞാൻ എൻ്റെ മാതൃക ഒരു പുരുഷനായിട്ട്, നമുക്കൊക്കെ മാതൃക എന്തിനും പ്രോത്സാഹനം നൽകുന്ന ഒരാളായിട്ടാണ് ആദ്യം കണ്ടത്. സിന്ദാബാദ് വിളിച്ചു. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ദേശാഭിമാനിയിലൂടെ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എഴുതിയ പരമ്പരകളുണ്ട്. അടിയന്തരാവസ്ഥ ഭീകരനാളുകളിൽ ജയിലിൽ ക്രൂരമായി പീഡനമേറ്റ പിണറായി വിജയൻ, അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് പോരാട്ടം നടത്തിയ പിണറായി വിജയൻ, ചെഗുവേരയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പ്രതീക്ഷയുള്ള മനസ്സിന് ആ ഒരു വിപ്ലവ ചിന്തകൾ തന്നെ നൽകിയിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കോളേജിൽ ഈ ക്ലാസ്സുകളിൽ പ്രസംഗം നടത്തുമ്പോൾ പിണറായി വിജയനെ പറ്റി പറയുമ്പം ഇരട്ടി ആവേശമായിരുന്നു. ആ ആവേശമുള്ള പിണറായി വിജയനെ പിന്നെ എന്തുകൊണ്ടാണ് കേരളം കണ്ട ഏറ്റവും അധമനായ അഴിമതിക്കാരൻ, അല്ലെങ്കിൽ കൊള്ളക്കാരൻ, കാപാലികൻ, അല്ലെങ്കിൽ കൊലപാതകി എന്നൊക്കെ പറയാൻ കാരണം അത് അദ്ദേഹം ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ കൊണ്ട് തന്നെയാണ്. അദ്ദേഹം പെരും കള്ളനാണെന്ന് പറയാൻ എൻ്റെ മുന്നിൽ വന്ന തെളിവുകൾ അത് തന്നെയാണ് കാരണം. അതായത് കൂട്ടത്തിൽ ഏതായിരുന്നു ആദ്യം എന്ന് പറയുന്നത്, അദ്ദേഹവുമായി ഐസ്ക്രീം പാർലറിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുമ്പോഴാണ് എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് അന്ന് കത്ത് കൊടുത്തിരുന്നു. കത്തിന് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ പ്രശ്നം. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്തായിരുന്നു ഇഷ്യൂ? അത് 1998 ഐസ്ക്രീം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നത്. ചടയം ഗോവിന്ദൻ മരിച്ച ശേഷം പാർട്ടി സെക്രട്ടറി ആയി. അപ്പോൾ പ്രതീക്ഷയായിരുന്നു എനിക്കൊക്കെ. അതുവരെ അദ്ദേഹം അങ്ങനെ കള്ളത്തരം കാണിക്കുന്ന ഒരാളെ എൻ്റെ മുന്നിലൊന്നും കയ്യിലില്ലായില്ല. ഞാൻ ക്രൈം തുടങ്ങി 2 വർഷം കഴിഞ്ഞുള്ള കാലഘട്ടമാണ്. പക്ഷെ ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചു എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ളത്. കാരണം ഐസ്ക്രീം പാർലർ അട്ടിമറിക്കാൻ P. ശശി മാത്രമാണ് അട്ടിമറി വീരൻ എന്ന് ഞാൻ ചിന്തിച്ചത്. അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനും പങ്കുണ്ടെന്ന് ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണെന്നുള്ളത് പിന്നീട് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഞാൻ ശരിക്കും 1990 എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കേരള CPM അധികാരത്തിൽ ഇനി വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ ഇലക്ഷനിൽ മത്സരിക്കാവുന്ന ആളുകളെ ലിസ്റ്റ് എടുത്ത് ഓരോ സ്ഥലത്തെയും അവർ നടത്തിയ അഴിമതികളും തട്ടിപ്പുകളും കണ്ടെത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിയമസഭാ മന്ദിര നിർമ്മാണത്തിലെ അഴിമതി, ആ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖ തന്ന ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നന്ദകുമാർ, നിങ്ങളുടെ ധൈര്യത്തെ ഞാൻ സമ്മതിക്കുന്നു, അതോടൊപ്പം നിങ്ങൾക്ക് ഇന്നുവരെ കിട്ടാത്ത വലിയൊരു ബോംബ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ മേഖലകളിൽ ചെന്നിട്ട് അവിടെ കൊണ്ടിട്ട പെൻസ്റ്റോക്ക് പൈപ്പുകളും അതേപോലെ ഉപയോഗശൂന്യമായ SNC ലാവലിംഗ് കമ്പനി സപ്ലൈ ചെയ്ത ജനറേറ്ററുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോയി അവിടെ ചെന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മല കയറുകയാണ്. ഇടുക്കി മല കയറി പള്ളിവാസൽ ചെങ്കുളം പന്നിവാസൽ പദ്ധതികളുടെ ഏരിയയിൽ പോയപ്പോൾ അവിടെ കൊണ്ടിട്ട ഈ സാധനങ്ങൾ, ഉപയോഗശൂന്യമായ ഇറക്കുമതി സാധനങ്ങളുടെ ലിസ്റ്റ് നേരിട്ട് കാഴ്ച കാണാണ്. ഞാൻ അധികാരത്തിൽ 2001 AK ആൻ്റണി അധികാരത്തിൽ വന്ന ശേഷം ഞാൻ ഒരു വാർത്ത ചെയ്യുകയാണ്. ഇത് അഴിമതി നടന്നിട്ടുണ്ട്, ഉപയോഗശൂന്യമായ സാധനം ഇറക്കുമതി ചെയ്തത്. ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ നിർമ്മിതിയിൽ അഴിമതിയാണ് വിജയകുമാറുമായിട്ട് ബന്ധപ്പെട്ട കേസ്.
ആ കേസിൽ പോലും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് പങ്കുണ്ടെന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഉണ്ടായിരിക്കാം, അതെനിക്കറിയില്ല. റൈറ്റ്. അത് ഞാൻ വിജയകുമാറിനെ ഷാർപ്പായിട്ടാണ് പോയിട്ടുള്ളത്. അതെ, വിജയകുമാറിനെ. എന്നാൽ ആ എഞ്ചിനീയർ, ഈ വിവരം തന്ന, എനിക്ക് ഡോക്യുമെന്റ് തന്ന, കെട്ടുകണക്കിന് ഡോക്യുമെന്റ് തന്ന ഒരു എഞ്ചിനീയർ, അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാൾ വലിയ ബോംബ് പള്ളിവാസലുണ്ട്. ഇടുക്കി ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ബോംബ് കിട്ടും. അത് കേരളത്തെ ഇളക്കി മറിക്കും. എനിക്ക് പേര് പറയാൻ പേടിയാണെന്നുണ്ട്, ഞാൻ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടുക്കി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റോറി ചെയ്തത് ഈ ഇതിൽ അഴിമതിയുണ്ട്, പെൻ സ്റ്റോക്ക്, ഇതൊക്കെ ഉപയോഗശൂന്യമായ സാധനങ്ങളാണ് സപ്ലൈ ചെയ്തതെന്നാണ്. ആദ്യത്തെ സ്റ്റോറിയിൽ എസൻസി ലാവനിൻ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഉണ്ടോ? ഉണ്ട്. അവരുമായുള്ള കരാറും ബാക്കിയുള്ള കാര്യങ്ങളും സാധാരണ ഒരു അഴിമതിയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് വന്ന ശേഷം, ഡീറ്റെയിലായി സ്റ്റോറി വന്ന ശേഷം AK ആന്റണി വിജിലൻസ് എൻക്വയറി ഡിക്ലെയർ ചെയ്തു. പിന്നീട് ഞാൻ അതിൻ്റെ അവിടെ വെച്ച് നിർത്തിയില്ല. ഞാൻ അന്വേഷണം പോയി അങ്ങനെയാണ് എനിക്ക് പിണറായി വിജയനിലെത്തുന്നത്. ഞാൻ ഒരു ദിവസം കൊണ്ട് എത്തുന്ന സാധനമല്ലായിരുന്നു അത്. യാത്ര ചെയ്ത് അവസാനം എനിക്ക് ഈ ബാലാനന്ദൻ എന്നെ തേടി വരികയാണ്. ഈ ബാലാനന്ദൻ എന്നെ തേടി വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ഒരു അഡ്വക്കേറ്റ്, മുമ്പത്തെ CPM-ൻ്റെ നേതാവും എൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിച്ചിരുന്ന ഒരാളുടെ മകനും, കൊച്ചിയിലുള്ള എറണാകുളത്തുള്ളൊരു നേതാവാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ ബാലാനന്ദനെ എനിക്ക് പരിചയപ്പെടുകയാണ്. ഈ ബാലാനന്ദൻ എന്നെ നേരിട്ട് കാണാൻ വന്നു. ഈ ബാലാനന്ദൻ എറണാകുളത്തെ ഒരു പാർട്ടി നേതാവിൻ്റെ വീട്ടിൽ വെച്ച് എന്നെ കാണുകയും ഈ ബാലാനന്ദൻ റിപ്പോർട്ട് അടക്കം ഈ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അഴിമതിയുടെ പച്ചയായ വിവരമാണ് എനിക്ക് തരികയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളായി പറഞ്ഞാൽ, ഈ ബാലാനന്ദൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, ഗവൺമെൻറ് രൂപീകരിച്ച്. അവർ ഈ കേരളത്തിലെ വിദ്യുച്ഛക്തി പരിഹരിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് 1997 ഫെബ്രുവരി 1 മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിരുന്ന ചടങ്ങ്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പം ഈ എസൻസി ലാവലിൻ കമ്പനി വരികയാണ്. അവരുമായിട്ട് 100 കോടിക്ക് ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം ഈ പദ്ധതിയുടെ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ എല്ലാ പണികളും നവീകരണവും പുനരുദ്ധാരണവും പൂർത്തിയാക്കാമെന്നും അവർക്ക് ഈ ഇതുണ്ടല്ലോ കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കാമെന്നും, അതും ശരിയായി കൊടുക്കാം. പിന്നെ മേൽനോട്ടം അവർ വഹിക്കും, കൺസൾട്ട് എല്ലാവരും ചെയ്യുന്ന 115 കോടി രൂപയാണ്. ഇത് ബാലാനന്ദൻ കൊടുത്ത റിപ്പോർട്ട്. ഈ ബാലാനന്ദൻ CAT-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലേ. ലാവ്ലിൻ അഴിമതി ആദ്യമായി വിശ്വാസയോഗ്യമായി കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞത് ബാലാനന്ദൻ റിപ്പോർട്ടാണ്. അതെ, ആ ബാലാനന്ദൻ റിപ്പോർട്ട് തരികയും അതോടൊപ്പം അദ്ദേഹം തന്ന കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിലുള്ള കമ്പനി, അതിലേക്ക് വന്ന 75 കോടി രൂപയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഡീറ്റെയിലും എനിക്ക് തരികയാണ്. ആ സംഭവത്തിൽ പിന്നെ ബാലാനന്ദൻ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഇത് തരുന്ന ഹാൻഡ് ഓവർ ചെയ്യുന്നതിനുണ്ട്, ഞാൻ ഐസ്ക്രീം പാർലർ മുതലാണ് നന്ദകുമാറിനെ പഠിച്ചിട്ടുള്ളത്. എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ആൾ, പേര് ഞാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം ഫാമിലി വരെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് ഇപ്പം ഞാൻ പറയാൻ താല്പര്യമില്ല. അപ്പം ഈ സാധനം തരുന്നത്, ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. എന്നാലും ഇത് ഫൈനൽ വരെ കൊണ്ടു നടക്കാൻ കഴിവുള്ള ഒരാളാണ് നന്ദകുമാർ എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് ഐസ്ക്രീം പാർലറിനാണ്. അതുകൊണ്ട് നന്ദകുമാറിനെ ഏൽപ്പിക്കുകയാണ്, വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ളൊരു വാക്ക് എനിക്ക് വേണമെന്ന്. ഞാൻ വിട്ടുവീഴ്ചയില്ല, ഞാൻ ഒരിക്കലും പിന്തിരിയില്ല എന്ന് അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്കാണ് ഞാൻ ഇന്നേ വരെ പാലിച്ചിട്ടുള്ളത്. അതിന് കാരണം അതിൽ കൃത്യമായി 178 കോടി രൂപ അധികം എമൗണ്ടിനാണ് ആഗോള ടെൻഡർ വിളിക്കാതെ ഒരു കമ്പനി പ്രൊഡക്ഷൻ കമ്പനി പോലും അല്ലാത്ത, പിന്നെ കേരള ഗവൺമെൻറ് ക്യാബിനറ്റ് കൂടി മീറ്റിംഗ് കൂടി അംഗീകരിക്കാത്ത, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഫുൾ കോറം മീറ്റിംഗ് കൂടി തീരുമാനിക്കണം എന്നാണ്, അങ്ങനെ ഒരു സാധനം ഇല്ലാത്ത എസൻസി ലാവലിൻ കരാർ ഒപ്പിട്ടത് പിണറായി വിജയനാണ്. അത് എങ്ങനെയാണ്? കാർത്തികേയൻ്റെ കാലത്ത്, UDF-ൻ്റെ കാലത്ത് കേന്ദ്രം നിരോധിച്ചിരുന്ന MOU റൂട്ടിലൂടെ ഇത്തരം വിദ്യുച്ഛക്തി കരാറുകൾ തുടങ്ങാമെന്ന് 1991 കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും പിന്നീട് 95 നിരോധിക്കുകയും ചെയ്ത MOU റൂട്ടിലുള്ള ഒരു എഗ്രിമെൻ്റ് കാർത്തികേയൻ്റെ കാലത്ത് ഒപ്പിട്ടിരുന്നു. 1991 ഇതാക്കിയത്. 1995 അത് നിരോധിച്ചു. 1996 ഫെബ്രുവരി മാസത്തിലാണ് ഇത് ഒപ്പിടുന്നത് MOU. അതേ സമയത്താണ് ക്രൈമും വരുന്നത്. MOU ഒപ്പിട്ടു. MOU ഒപ്പിട്ട സാധനം
അതിന് യാതൊരു വാല്യൂ ഇല്ല. കേരള ഗവൺമെൻറ് ഒപ്പിട്ടില്ല, ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി തീരുമാനിച്ചില്ല, ഇലക്ഷൻ ബോർഡ് കുറഞ്ഞില്ല, മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട്. ഇത് സാധാരണ MOU 2 പേര് എഴുതി ഉണ്ടാക്കുന്ന MOUന് ഒറ്റയിൽ സാധനം. ഇതെടുത്തിട്ടാണ് പിണറായി വിജയന് 2 കോടി രൂപ 1996 മെയ് മാസത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ദിലീപ് രാഹുൽ എന്ന് പറയുന്ന ആൾ എറണാകുളത്തെ ബാങ്കുകളിൽ നിന്നൊക്കെ പൈസ വരുത്തിച്ച് വിഡ്രോ ചെയ്ത് പിണറായി വിജയൻ എത്തിച്ചു കൊടുക്കുന്നത്. ക്യാഷായിട്ട് ആദ്യമായിട്ട് 2 കോടി റുപ്യ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൊടുക്കുന്ന റെക്കോർഡ് CBI കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ആ ആൾ അന്ന് മുതലാണ് അഴിമതിക്കാരനായി തുടങ്ങുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ പച്ചയായിട്ട് എനിക്ക് ബാലാനന്ദം തരുന്നു. അങ്ങനെ 2005 ഞാനത് പബ്ലിഷ് ചെയ്യുന്നു. ആ പബ്ലിഷ് ചെയ്ത എനിക്ക് തന്ന മുതലാണ് നമ്മൾ കാണുന്നൊന്നുമല്ല സംഭവം. കാരണം ഇദ്ദേഹം നിരന്തരമായിട്ട് സിംഗപ്പൂർക്ക് കുടുംബസമേതം പോകുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന് ഇന്ത്യൻ എയർലൈൻസ് ഫ്രീ ആയിട്ട് ഇത് കൊടുത്തു, ഗിഫ്റ്റുകൾ കൊടുത്തു. അദ്ദേഹം വിദേശയാത്ര ചെയ്തതിന്, സിംഗപ്പൂർക്ക് സ്ഥിരമായി പോകുന്നതിന്. സിംഗപ്പൂർ പാർട്ടി മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ എന്തായാലും. അപ്പം ഇത് കൃത്യമാണെന്നും സത്യമാണെന്നും ബോധ്യപ്പെട്ടോട് കൂടിയിട്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം മുതലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്താണ്ടായ, എന്നെ ആഭാസനാക്കി, അശ്ലീല പത്രക്കാരനാക്കി, ബ്ലാക്ക് മെയിൽ ഇറക്കി, എന്തൊക്കെ തരത്തിൽ എന്നെ അപമാനിക്കാൻ ആ സമയത്ത് ശ്രമിച്ചു. മാത്രമല്ല എൻ്റെ ഓഫീസ് കയറി ആക്രമിച്ചു, എൻ്റെ ഓഫീസ് കത്തിച്ചു. മാത്രമല്ല രേഖകളെല്ലാം മുഹമ്മദ് റിയാസ് കണ്ട ഗുണ്ടാസംഘം വന്ന് തട്ടിക്കൊണ്ടുപോയി, ഇവിടുത്തെ കോഴിക്കോട് പോയി. അങ്ങനെ എന്നെ ഇവിടെ കോഴിക്കോട് ഇറങ്ങിയാൽ എന്നെ കൊല്ലുമെന്ന് ഡിക്ലെയർ ചെയ്യാണ്. അതുകൊണ്ട് എനിക്ക് അന്ന് എറണാകുളത്തുണ്ടായിരുന്ന എന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. പോലീസ് വന്നപ്പോൾ വരണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഉമ്മൻചാണ്ടിയോട് ഇടപെട്ടിട്ട് അന്ന് റിയാസിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഇവിടെ വന്നാൽ എന്നെ കൊല്ലുന്നുള്ളതായിരുന്നു. ഞാൻ 9 ദിവസം കഴിഞ്ഞപ്പം ഞാനിവിടെ വന്നു. ഇവിടെ പോലീസ് എനിക്ക് ബന്ദോബസ്ത് ഏർപ്പെടുത്തി. ഞാൻ പത്രസമ്മേളനം നടത്തി. അത് വലിയ ഇഷ്യൂ ആയിരുന്നു. കാരണം പത്രക്കാർ പ്രസ് ക്ലബ്ബിൽ കയറി നിന്നിട്ട് അവരും പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഫൈറ്റ് ചെയ്ത സമയത്ത് 2005 ഫെബ്രുവരി 14 അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അതെനിക്ക് പാർട്ടി സെക്രട്ടേറിയറ്റ് അവൈലബിൾ മീറ്റിംഗ് സ്വകാര്യ ധാരണയാവും അല്ലേ, പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടിയിട്ട് അവർക്ക് അങ്ങനെയാണല്ലോ, വർഗശത്രുവിനെ കൊല്ലുക എന്ന് പറയുന്നത് അവർ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. ഡിസൈഡ് ചെയ്താൽ കഴിഞ്ഞു എന്നാണ്. ഇതെനിക്ക് രാജശേഖരൻ നായർ, നമ്മുടെ മംഗളത്തിൻ്റെ എഡിറ്റർ അജിത് കുമാർ, ജോമൻ പുത്തകുമാർ, പിന്നെ ഇതുപോലെയുള്ള പോലീസ് ഓഫീസറാണ് എന്നെ ഇൻഫോം ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, തമാശയോടെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെയാണോ എന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, രാംകുമാറിനെ അഡ്വക്കേറ്റ് രാംകുമാർ, കേരളത്തിലെ പ്രഗത്ഭനായ അഭിഭാഷകനെ രാംകുമാറിനെ പോയി കണ്ടു. ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നമുക്കൊരു ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തേക്കാം, നന്ദകുമാറിനെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാം, പിണറായി വിജയനാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും കൊട്ടേഷൻ ഏൽപ്പിച്ചു, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യവും ഓഫീസ് അക്രമിച്ച് എല്ലാം കൂടി കൊടുക്കാമെന്നാണ്. അങ്ങനെ അത് കൊടുത്തു. ആ പെറ്റീഷൻ കൊടുക്കലും പത്രക്കാർക്ക് ആ പത്രം അത് കൊടുത്ത് ഞാൻ പത്രസമ്മേളനം നടത്തി. ഇവിടെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ അപ്പോൾ തന്നെ എനിക്ക് മിനിറ്റുകൾക്കുള്ളിൽ വിവരം കിട്ടി. ഇത് കഴിഞ്ഞ് കുറഞ്ഞ സമയത്തിൽ കിട്ടി എല്ലാം പരിപാടി പിൻവലിക്കാൻ. കാരണം പിണറായി വിജയനെതിരെ നേരെ വരുന്ന കൃത്യമായി അദ്ദേഹം എനിക്കെന്തും പറ്റിയാൽ പിണറായി വിജയനാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തിൽ അത് പിൻവാങ്ങി. അതിനുശേഷം ഞാൻ CBI അന്വേഷണത്തിന് കൊടുത്തു. അതിൻ്റെ ലാവ്ലിൻ കേസിൻ്റെ രേഖകളെല്ലാം കത്തിപ്പോയല്ലോ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ റിയാസ് എടുത്തുകൊണ്ടോ ചെയ്തു. ആ സന്ദർഭത്തിൽ എനിക്ക് VS അച്യുതാനന്ദനാണ് ഈ രേഖകൾ PC ജോർജ് വഴി എനിക്ക് എത്തിച്ചു തരുന്നത്. PT തോമസ് ആണ് അതേപോലെ രേഖകൾ തരുന്നത്. ഈ രേഖകൾ വെച്ചിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് രാംകുമാർ മുഖാന്തരം ഹൈക്കോടതിയിൽ 2005 സെപ്റ്റംബർ മാസത്തിൽ ഹർജി ഫയൽ ചെയ്യുന്നത്. അതാണ് 2007 ജനുവരി മാസത്തിൽ പിന്നീട് വിധിയായിട്ട്. ഈ ഒരു കാര്യം താല്പര്യം കൊണ്ട് ചോദിക്കുകയാണ്, ആ 3 പേരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ VSന് വയ്യാതായി എന്ന് പറയാം, PT തോമസ് മരിച്ചു പോവുകയും ചെയ്തു. PC ജോർജ് ഉണ്ടല്ലോ, ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ? അത് VS അച്യുതാനന്ദനാണ് തന്നിട്ട് PC ജോർജ് പറഞ്ഞു കഴിഞ്ഞു. ശരി, ഓക്കെ. എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നില്ല, പക്ഷേ PC ജോർജ് എൻ്റെ അടുത്ത് VS അച്യുതാനന്ദനാണെന്ന് പറഞ്ഞു. മാത്രമല്ല KM ഷാജഹാൻ ആണ് ഈ ഇതെല്ലാം തയ്യാറാക്കി കൊടുത്തത്. ഞാൻ പിന്നീട് മനസ്സിലാക്കി VSന്റെ സെക്രട്ടറി ആയിരുന്നു. അതെ, അന്ന് എന്നോട് ഭയങ്കര ഏറ്റുമുട്ടി നടക്കുന്ന ആളായിരുന്നു. അന്ന് ഈ പറയുന്ന കാലഘട്ടത്തിൽ 2005 അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണം പറഞ്ഞ എന്താ, ക്രൈമിന് എല്ലാം ചോർത്തിക്കൊടുത്തത് അദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എന്നോട് ഏറ്റുമുട്ടി നടക്കുന്ന ആളാണ്. ഭയങ്കര വയലന്റ് എന്നോട് ഏറ്റുമുട്ടുന്ന ആളാണ്. പക്ഷേ ഈ സമയത്ത്
എനിക്ക് തോന്നുന്നു CBI അന്വേഷണം കൊണ്ടുവന്നു. അന്ന് മുതലുള്ള അന്വേഷണം, പിണറായിയിലേക്ക് പോയി അന്വേഷണം. അദ്ദേഹം പിന്നീട് 2006 അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം ഈ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത 2006 അദ്ദേഹം പവർഫുൾ ആയല്ലോ. 2005 പാർട്ടിയിൽ അദ്ദേഹത്തിന് സെക്രട്ടറിയായി, അദ്ദേഹത്തിൻ്റെ കയ്യിലായി പാർട്ടി. VSHO അതിൻ്റെ ഗ്രിപ്പ് കുറഞ്ഞു. ആ സന്ദർഭത്തിലാണ് 2006 ഇലക്ഷൻ നടക്കുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിഗണിക്കാതിരുന്നതിന് കാരണം ലാവ്ലിൻ കേസാണ്. അദ്ദേഹത്തിന് എന്നോട് വിരോധമുണ്ട്, പക്ഷെ അന്ന് മുതൽ വിരോധമുണ്ട്. പിന്നീട് ഉണ്ടായിട്ടുള്ള കാര്യം എന്താ, അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടു. മുഖ്യമന്ത്രി ഓക്കെ, അതിനുശേഷം ഇലക്ഷനിൽ തോറ്റു മീൻസ് മുഖ്യമന്ത്രി ആവാൻ പറ്റാതെ പോയി. അതിനുശേഷമുള്ള അദ്ദേഹത്തിന് നിലപാട് VSHO എന്ന മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ 2016 വരെ ഉമ്മൻചാണ്ടിയാണ്. 2016 ശേഷം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ശാന്തനായി, ഒതുങ്ങി എന്ന് പറയാം. 2016 അധികാരത്തിൽ വന്നു. അതിനുശേഷമുള്ള അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങളല്ലേ നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നത്. അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി, ഡോളർ കള്ളക്കടത്ത് നടത്തി എന്ന് പറയുന്ന കാര്യം എൻ്റെ കയ്യിൽ രേഖയാണ്. ഇത് ഹൈക്കോടതിയിലെ രേഖയാണ്. പിന്നെ അദ്ദേഹത്തിന് 25,000 കോടി രൂപയുടെ അദ്ദേഹം വിദേശത്തേക്ക് കടത്തിയെന്ന് പറയും എൻ്റെ കൈവശമുള്ള രേഖയാണ്. എല്ലാം രേഖയാണ്. എന്നെ കള്ളക്കേസിൽ കുടുക്കി, കള്ളക്കേസ് എടുത്ത് ഓഫീസ് റെയ്ഡ് ചെയ്ത് പോലീസ് എടുത്തുകൊണ്ട് പോയത്. ഇത് വെറുതെ പറയുന്നല്ല. പിന്നീട് സ്വപ്ന പറഞ്ഞു, ഞാൻ പറഞ്ഞ എന്താണോ പിന്നീട് സ്വപ്ന ഇത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നാണോ കരുതുന്നത്? ഞാൻ ലാവ്ലിൻ കേസ് കൃത്യമായി പച്ചയായിട്ട് പിണറായി വിജയൻ വിദേശത്ത് അദ്ദേഹത്തിൻ്റെ പണം എത്തി എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു പ്രധാനപ്പെട്ട സംശയം, ആളുകൾക്കൊക്കെ മനസ്സിലുള്ള സംശയമാണ്. എനിക്ക് തോന്നുന്നു 38 തവണയോ മറ്റോ SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി വിളിച്ചു മാറ്റിവെച്ചു. ഹിയറിംഗ് മീൻസ് വിചാരണ നടത്താതെ, ട്രയൽ നടത്താതെ. അതിൻ്റെ പിന്നിൽ ഒരു BJP ബന്ധമുണ്ട് എന്ന് പലരും ആരോപിക്കുന്നത് പോലെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നന്ദകുമാറോ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കല്ല, അതാണ് സത്യം. കാരണം ലാവ്ലിൻ കേസ് പിന്നെ വന്നത് മുതൽക്ക് അവിടെ സുപ്രീം കോടതിയിൽ എത്തിയ 2014 അതായത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്താണ് ലാവ്ലിൻ കേസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ എത്തുന്നത്, അപ്പീലെത്തുന്നത്, SR ഇത് എത്തുന്നത്. അപ്പോൾ ആ എത്തിയ സംഭവത്തിന് ശേഷം ഇവർ തമ്മിൽ ധാരണയാവുകയാണ്. കേരളത്തിൽ BJPയെ കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം, അതിൻ്റെ പേരും പറഞ്ഞിട്ടാണ് BJPയുമായി ധാരണയാവുകയും പിന്നീട് നടന്നതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ മാത്രമാണ്. 2021 67 സീറ്റിൽ BJP RSSും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്ന ഓർഗനൈസർ പത്രത്തിന്റെ എഡിറ്ററാണ്. ലേഖനത്തിലൂടെ അതിൽ 27 സീറ്റുകളിൽ വിജയിക്കും ചെയ്തിട്ടുണ്ട്. അപ്പം 99 സീറ്റിൽ 27 സീറ്റ് കുറഞ്ഞാൽ എത്രയാ? 72 സീറ്റിലെ LDF വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ ധാരണയാണ്. 38 തവണ എല്ലാം മാറ്റിയിട്ടുള്ളത്. ഇപ്പൊ 75 76 തവണ മാറ്റി വെച്ച് കഴിഞ്ഞു. തീർച്ചയായിട്ടും 8 വർഷം കഴിഞ്ഞു. അതെ, ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഇല്ല. അപ്പോൾ സാറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് രാഷ്ട്രീയമായും സാമൂഹ്യമായും ധാർമ്മികമായും ഒക്കെയുള്ള ബേസ് ഉണ്ട്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പോരാട്ടം. പക്ഷേ 2 ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുത്തൽ ശക്തി എന്ന് പറയുന്ന പാർട്ടി മെഷീനറിയാണ്. അത് സമ്പൂർണ്ണമായി CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി, ഇപ്പോൾ ഏറ്റവും പുതിയ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ പോലും ഈ ചടങ്ങിന് നടക്കുന്ന വിമർശനങ്ങളല്ലാതെ കാര്യമായ എതിർപ്പോ വിമർശനങ്ങളോ തിരുത്തലോ നടക്കാത്ത വിധം ആ പാർട്ടി മെഷീനറിയെ ദുർബലമാക്കിയിരിക്കുന്നു പിണറായി വിജയൻ. എന്ന് വെച്ചാൽ പാർട്ടി സമം പിണറായി എന്നായിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ഘടകം, 2 തവണ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു, 2ാം ടേം പൂർത്തിയാക്കാൻ പോകുന്നു. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളും നമ്മുടെ മാധ്യമ നിരൂപണങ്ങളും ഒക്കെ വെച്ച് 3ാം തവണയും പിണറായി അധികാരത്തിൽ വരും എന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രുതി പരന്നിരിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ ഈ 2 ദുരന്തങ്ങൾ വെച്ച് പിണറായിയെ തിരുത്താനോ ലീഡർഷിപ്പിൽ മാറ്റം വരുത്താനോ ശക്തിയുള്ള ഒരു പാർട്ടിയെ അദ്ദേഹം ഇല്ലാതാക്കുകയും പാർട്ടിയെ ഏതാണ്ട് നിർവീര്യമാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ കയ്യിൽ CPMനെ പോലുള്ള വളരെ സുസംഘടിതമായൊരു പാർട്ടി വന്നു ചേർന്നിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 3ാം തവണ കൂടി അദ്ദേഹം അധികാരത്തിൽ വന്നാൽ കേരളത്തിൻ്റെ ഭാവി എന്താകുമെന്ന് ഇത്രയേറെ പോരാട്ടം നടത്തുന്ന സാർ എങ്ങനെ കാണുന്നത്? അതായത് ഇപ്പോൾ 5.5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലുള്ള ഒരു സ്റ്റേറ്റായി കേരളം മാറി.
ഡ്രഗ് മാഫിയ കംപ്ലീറ്റ് കൈയടക്കി. ആരാണ് ഡ്രഗ് മാഫിയൻ്റെ പിന്നിലുള്ളത്? പിണറായി വിജയൻ വിചാരിച്ചാൽ അദ്ദേഹത്തെ പോലെ ഇത്തരത്തിൽ നടത്തി പരിചയമുള്ള, ആളെ കൊല്ലാനും മറ്റാനും കൃത്യമായി കഴിവുള്ള, ഇത്തരം അഴിമതികൾ നടത്താൻ കഴിവുള്ള അദ്ദേഹത്തിന് പോലീസിനെ സംവിധാനത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിങ് പിന്നായ ആളുകളെ തൂക്കിയെടുക്കാൻ എത്ര സമയം വേണം? അത് നടക്കുന്നില്ല. കിങ് പിൻ അറിയുന്ന ആള് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ ആകുമ്പോഴോ? മീൻസ് ഈവൻ ഡ്രഗ് റാക്കറ്റിൽ പോലും പിണറായി വിജയന്റെ ഓഫീസിന് പങ്കുണ്ടെന്നാണോ? 100% പങ്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എവിടുന്ന അറിയൂ. എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചപ്പോൾ അവിടെയുള്ള 80%, 75% ആളുകളും ഡ്രഗുമായി ബന്ധപ്പെട്ട ആളുകളാണ്, കേസുകളാണ്. മയക്കുമരുന്ന് കേസിൽപ്പെട്ട പ്രതികളാണ് അവിടെ വന്നത്. നിരപരാധികളുണ്ട്. ഇവരൊക്കെ സാധാരണ ഉൾപ്പെട്ടാൽ വിവരമാണ്. അതേപോലെ ഈ മയക്കുമരുന്നിന്റെ ഒക്കെ പിന്നിൽ നമ്മുടെ ഭരണകൂടം തന്നെ തണൽ പിടിക്കുന്നു. 100% അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം ഡ്രഗ് ഇറങ്ങുന്നത് ഏത് വഴിക്കാണ്? ബോട്ട് വഴിയാണ്. എറണാകുളത്ത് ബോട്ടിൽ ഇത് ഈ അടുത്ത കാലത്ത് 25,000 കോടിനെ പിടിക്കപ്പെട്ടു അറിയാതെ. ബാക്കി എല്ലാ സംരക്ഷണം കൊടുത്ത് ഇറക്കി എല്ലാ സ്ഥലത്തും എത്തിക്കുന്നത് ആരാണ്? പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മേഖലയിലും മിനിറ്റുകളിൽ ഓപ്പറേഷൻ നടത്താൻ കഴിയില്ലേ? നടത്തില്ല. പക്ഷേ മൊത്തത്തിൽ ചെയ്യേണ്ടത് ചെയ്യില്ല എന്ന് താങ്കളെപ്പോലുള്ള ഒരു ജേർണലിസ്റ്റ് അത്തരത്തിലുള്ള വളരെ മൗലികമായി ജനപക്ഷത്ത് നിന്ന് വിമർശിക്കുന്നവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് പിണറായിയുടെ യോഗ്യതയായി അനുയായികൾ പറയുന്നത്. എന്താ വെച്ചാൽ എന്തും ചെയ്യും അദ്ദേഹം, എന്തിനും കെൽപ്പുള്ള ഒരാളാണ്. ഈ എന്തും ചെയ്യുമെന്ന് പറയുന്നതിൽ സ്വന്തം അധികാരവും പദവിയും പണവും നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യുമെന്നാണോ? അതായത് അദ്ദേഹത്തിന് ഒരു 10,000 കോടി കൈ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു 200 കോടി രൂപ പബ്ലിസിറ്റിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വലിയ പ്രചരണമാക്കി ആളുകളെ പറ്റിക്കുന്ന ഒരു രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് അന്ധമായി വിശ്വസിക്കുന്ന ആളുകളാണ്. ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ കിറ്റും പെൻഷനും കൊടുക്കുന്ന അവസാനം 2 മാസത്തെ പെൻഷൻ കൊടുക്കുന്നു. അങ്ങനെ ആളുകൾ 5 പൈസ ഇല്ലാതെ തെണ്ടിക്കൊണ്ടിരിക്കുന്ന കോവിഡ് സമയത്ത് കൊടുത്തപ്പോൾ ദൈവമായി കണ്ടിട്ടാണ് ആൾക്കാർ ഒരുമിച്ച് വോട്ട് ചെയ്തത്. ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ആളുകളെ പറ്റിക്കാനുള്ള കഴിവുള്ള ഒരാളാണ് പിണറായി വിജയൻ. എന്നാൽ അതിൻ്റെ പിൻഭാഗത്ത് നടക്കുന്നത് എന്താ? ഇവിടെ സ്വപ്നയുടെ പിന്നെ കസ്റ്റംസ് ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ട് പറയുന്നുണ്ട്, വൻകിട കമ്പനികളും വൻകിട ഇടപാടുകളാണ് വിദേശത്തുള്ള ആളുകളുമായിട്ട് നടന്നിട്ടുള്ളത്. അതിൽ ഇടനില ഈ ട്രാൻസ്ലേറ്റർ ആയിരുന്നു സ്വപ്ന. അതുവഴി കോടി രൂപയാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ളത് കൃത്യമായി അവരെ ഇതിൽ പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് പറയുന്ന പച്ചയായിട്ടുള്ള കാര്യമല്ലേ? അതെ, ഈ മാഫിയ മീൻസ് ആ അർത്ഥത്തിൽ ഈ പണമുണ്ടാക്കാനുള്ള മാഫിയ പണമുണ്ടാക്കാനുള്ള ഏതു വഴിയും ക്രൂരമായ മാർഗങ്ങളും സ്വീകരിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റും. ഏറ്റവും റിസൾട്ടല്ലേ ഇപ്പം നിരന്തരമായിട്ട് കേരളത്തിലെ ആളുകൾ 87-90 ആളുകൾ ഇപ്പം മയക്കുമരുന്ന് മാഫിയൻ്റെ ഇതിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അത് നമ്മൾ അറിയാത്തത്ര ഉണ്ടാവും. വരാൻ പോകുന്നുള്ളൂ ഭവിഷ്യത്ത്. ഈ മയക്കുമരുന്ന് കഴിക്കുന്ന ആളുകൾ എത്ര കാലം ജീവനോടെ ഉണ്ടാവും? 10 വർഷം. 10 വർഷം കഴിഞ്ഞാൽ അവർ ശുഷ്കിച്ച് ഒന്നിനും കൊള്ളാത്ത ബോഡിയായി മാറുകയാണ്. എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ മനുഷ്യനെ കൊല്ലാൻ ഇപ്പോൾ ക്രൈം നന്ദകുമാറിനോട് അദ്ദേഹം പെരുമാറിയത് കേരളം മുഴുവൻ കണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ അപായപ്പെടുത്തുമെന്നോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഇമേജിനെ കളങ്കപ്പെടുത്തുമെന്നോ ഒക്കെ വിചാരിച്ചിട്ടാവും. വിമർശനങ്ങളെ ഒട്ടും അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, സഹിഷ്ണുതയില്ല എന്ന് മാത്രമല്ല, വിമർശിക്കുന്നവരെ വകവരുത്തുക എന്നൊരു നയം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ചെറിയ അളവിൽ ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ തൊട്ട് എം.എൻ. വിജയമാഷ് വരെയുള്ളവരോട് പെരുമാറിയ രീതി രണ്ടും 2 തരത്തിലാണെങ്കിൽ പോലും ഇദ്ദേഹത്തെ നമ്മൾ ചെറിയ തോതിൽ ഭയപ്പെട്ടാൽ പോരാ എന്നല്ലേ അർത്ഥം? അല്ല, അദ്ദേഹത്തെ വലിയ തോതിൽ ഭയപ്പെടണം. ചെറിയ തോതിൽ ഭയപ്പെടേണ്ട ആളല്ല. അദ്ദേഹത്തിന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ പാർട്ടി അണികൾക്കൊന്നും തന്നെ, പാവപ്പെട്ട പാർട്ടി അണികളൊക്കെ തന്നെ അവരെ അന്ധമായിട്ട് ഒരു തരത്തിൻ്റെ മായാവലയത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. അതിനൊരു പ്രത്യേക സംവിധാനമുണ്ട് CPM-ൽ. പിണറായി വിജയൻ്റെ കീഴിൽ നേരിട്ട് ബന്ധമുള്ള എല്ലാ ഗ്രാമങ്ങളിലും വാർഡുകളിലടക്കം ഒരു പ്രധാനപ്പെട്ട ആൾ CPM-ൽ ബ്രാഞ്ച് സെക്രട്ടറിയോ ആരെങ്കിലും പിണറായി വിജയൻ്റെ ആളുണ്ടാവും. അവിടുത്തെ ഗുണ്ടാ മാഫിയ കംപ്ലീറ്റ് അയാളുടെ കസ്റ്റഡിയിലിരിക്കും. പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരുണ്ടാവും. അല്ല, എല്ലാ റവന്യൂ വകുപ്പിലായാലും ഒരു ആളെ പിയൂണെങ്കിലും ഉണ്ടാവും.
ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു കോൺസ്റ്റബിൾ ആയിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ ആള്. ഇപ്പോൾ അവിടുത്തെ SI CI ഇയാളെ സെല്യൂട്ട് അടിക്കണം. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അവരാണ്. അവർ പറയും പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പാർട്ടിയെ മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരെ പറഞ്ഞു പറ്റിച്ച് അതിന് വേണ്ടിയിട്ട് മറയാക്കുകയാണ് പലതിനും. അപ്പം പാർട്ടി കയ്യിൽ അതേപോലെ ഭരണം കയ്യിൽ, പിന്നെ ഏത് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും മറയാക്കാൻ വേണ്ടി കുറച്ച് പബ്ലിസിറ്റിക്ക് പൈസ ചെലവാക്കാൻ റെഡി. ഈ സ്ട്രാറ്റജിയാണ് പിണറായി വിജയൻ പിന്തുടരുന്നത്. അതെ, പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരുന്നത് കേരളത്തിന് സമ്പൂർണമായിട്ടുള്ള നാശം എന്ന് വേണമെങ്കിൽ ഒറ്റ വീട് പറയാം. സമ്പൂർണമായ നാശം, നമ്മളെ നാടിനെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയും. പിണറായി വിജയൻ വരാതിരിക്കട്ടെ എന്ന് അങ്ങ് ആഗ്രഹിക്കുമ്പോൾ പകരമായ കേരളത്തിൽ വരാനുള്ളത് UDF മുന്നണിയാണ്. അവരെ എങ്ങനെ കാണുന്നു ഒരു പ്രതീക്ഷയോടെ? അല്ല, നമ്മള് ഉമ്മൻചാണ്ടി ഭരിച്ചത് നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടിയെ പിന്നിക്കൂടെ കുത്തിയിട്ടാണല്ലോ വീഴ്ത്തിയത്. അതേ സരിതാ നായരെ കൊണ്ട് ഇറക്കിയതെല്ലാം പിണറായി വിജയനാണെന്ന് ഞാൻ കൃത്യമായ രേഖാപ്രകാരം മുമ്പ് പബ്ലിഷ് ചെയ്തു. എനിക്കൊരു നോട്ടീസോ വന്നില്ല. ഗണേശനും സരിതയും പിണറായി വിജയനും കൂടെ എറണാകുളത്ത് മീറ്റിംഗ് കൂടി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയിലാണ് പിണറായിക്കെതിരെ ആ സോളാർ സരിതയുടെ ആരോപണം വന്നത്. അല്ല, ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവരികയും അത് പിണറായി ഗണേശനും സരിതയും കൂടിയുള്ള ഒരു ഗൂഢാലോചന. അതിൽ 10 കോടി സരിതയ്ക്ക്, 10 കോടി പത്രക്കാർക്ക്, 5 കോടി പിന്നെ കമ്മീഷൻ്റെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, അവർക്കും കൊടുത്ത് 25 കോടി രൂപ കൊടുത്ത 25 കോടിക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചാലഞ്ച് ചെയ്യുന്നതുവരെ പിണറായി വിജയൻ വന്നിട്ടില്ല. ഈ ഇതിലുള്ള എന്താ വെച്ചാൽ പത്രക്കാരെ വിലക്കെടുക്കാൻ ഇദ്ദേഹത്തിനെ പോലെ കഴിവുള്ള വേറെ ആരുമില്ല. അത് ഈ അദ്ദേഹത്തിന്റെ കഴിവാണോ, നമ്മുടെ പത്രക്കാരുടെ നിലവാരമാണോ? അല്ല, അത് പത്രക്കാര് എത്രമാത്രം ഉണ്ടെന്നുള്ള ഏറ്റവും തെളിയിച്ചിട്ടാണല്ലോ ചാരക്കേസ്. ഇല്ലാത്തൊരു ചാരക്കേസിൽ എന്തെല്ലാം കഥകൾ സൃഷ്ടിച്ചു. ഇല്ലാത്ത പിന്നെ ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ചാനലായ ഏഷ്യാനെറ്റിലെ സ്റ്റോറി ചെയ്തത്. എന്തൊക്കെയായാലും ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾക്ക് കേരളം വിശ്വസിക്കാത്തൊരു കേസാണ് വളരെ സമർത്ഥമായി ഉണ്ടാക്കി കൊണ്ടുവന്ന് വിശ്വസിപ്പിച്ചത്. അതൊരു വ്യാപകമായ പ്രചരണം നടത്താൻ CPM-ന്റെ മെഷീനറി കംപ്ലീറ്റ് ഉപയോഗിക്കുമ്പോൾ അത് കേരളത്തിലെ ഈച്ച് ആൻഡ് എവരി ഗ്രാമങ്ങളിൽ പോലും പറഞ്ഞു പറ്റി. അത് യാതൊരു തരിമ്പുമില്ല എന്ന് അങ്ങക്ക് നല്ല ബോധ്യമുണ്ട്. 100% ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മനുഷ്യൻ അങ്ങനെ. അതില് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാനാണ് സരിതയെ കുറിച്ച് 2006 സ്റ്റോറി കൊണ്ടുവരുന്നത്. അതിൽ കൊല ചെയ്യപ്പെട്ട രശ്മി എന്ന് പറയുന്ന എന്നെ കാണാൻ വന്നതാണ്. ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വന്നതാണ്. അങ്ങനെ ഞാൻ അവരെ രക്ഷിച്ച് അവർ പിതാവിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുത്താണ്. അതിനുശേഷം തന്ത്രപരമായി അവരെ കടത്തിക്കൊണ്ടുപോയിട്ട് കൊല്ലുന്നതാണ് ഈ പറയുന്ന സരിതയും ബിജു രാധാകൃഷ്ണനും കൂടി. അപ്പോൾ ആ കൊലപാതകത്തിൽ സരിതയെ രക്ഷിച്ചു പോലീസ്. അത് ആ പോലീസ് രക്ഷിച്ചതാണ് അജിത് കുമാർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ വലങ്കയായ അയാൾ. സരിതയ അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഹൗസിൽ വന്നിരുന്നു. അതിൽ ആ അദ്ദേഹത്തിൻ്റെതുള്ള പരാതിയിൽ റിപ്പോർട്ടിൽ 21 പേജുള്ള റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ 2016 ഇങ്ങനെ ഒരു സംഭവം ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. സരിത ജയിലിലായിരിക്കും. സരിതയെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ സ്റ്റോറി പോലെ പിണറായി വിജയൻ ഏത് കെട്ടുകഥ ഉണ്ടാക്കിയ ആളെ പറ്റിക്കും ഈ 2026 അപ്പൊ അദ്ദേഹം വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. എന്തിന് 8 വർഷമായി നമ്മുടെ ലാവ്ലി കേസ് എന്താ സുപ്രീം കോടതി എടുക്കുന്നില്ല? എന്തുകൊണ്ടാ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അദ്ദേഹം പ്രതിയാണെന്ന് കസ്റ്റംസ് കൊടുത്ത റിപ്പോർട്ടിൽ തൊടാത്തത്? 2020 വന്നല്ലേ? എന്തുകൊണ്ടാ ഈ സാഹചര്യം വീണ്ടും ഉണ്ടെന്നാണോ? എന്ന് വെച്ചാൽ കോൺഗ്രസ് വീണ്ടും വരാതിരിക്കാൻ, ഒരുപക്ഷെ 3ാം തവണയും ഭരണത്തിന് പുറത്തു നിന്നാൽ കേരളത്തിലെ കോൺഗ്രസ് മുക്തമാക്കാം എന്ന് BJP വ്യാമോഹം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കേരളത്തിൽ BJPക്ക് 20 സീറ്റിൽ വിജയിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ധാരണ കൃത്യമായിട്ട് ഡൽഹിയിൽ പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 20 സീറ്റിൽ വിജയിപ്പിച്ചു, ബാക്കി സീറ്റിൽ BJP അപ്പുറത്തേക്ക് വോട്ട് ചെയ്യണം. BJP കൃത്യമായി വോട്ട് ചെയ്തുകൂടായില്ല. അതാണ് 2021 ഉണ്ടായിട്ടുള്ളതെന്ന് ഓർഗനൈസർ പത്രം കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേപോലെ ഒരു സ്ട്രാറ്റജി. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത്?
പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തിലെ അദ്ദേഹം പ്രതിയാണെന്ന് സുരേന്ദ്രനാ പറഞ്ഞത്. നമ്മൾ കസ്റ്റംസ് രേഖ നമ്മൾ എടുത്തിട്ടുണ്ട്. ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തിന്റെ കേസ് സുപ്രീം കോടതി 1-2 മാസം കൊണ്ട് എടുക്കേണ്ട കേസ് 8 വർഷമായിട്ടും തൊടുന്നില്ലാത്ത എന്താ? സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കൃത്യമായി പറയുന്നത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ. എന്തുകൊണ്ടാണ് ലൈഫ് മിഷൻ തട്ടിപ്പിൽ അദ്ദേഹമാണ് ആ ഇടപാടിൽ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തെ പണം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം വരേണ്ടതായ ലൈഫ് മിഷനിലേക്ക് വരേണ്ടതായ പണം യൂണിടെക് എന്ന കമ്പനിയിലേക്ക് വരുത്തിച്ചത്? 9 കോടി രൂപ കമ്മീഷൻ മേടിച്ച സംഭവം. അതിൽ പിണറായി വിജയനാണ് തീരുമാനം എടുക്കുന്നത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തൊടാത്തത്? എന്തുകൊണ്ടാണ് നമ്മളെ SFI അന്വേഷണം എവിടെ എത്തിയില്ല? എന്നോട് വെല്ലുവിളിച്ചുകൊണ്ട് ആണ് ഷോൺ ജോർജ് ആ കേസിന് പോയത്. ഞാൻ ചോദിച്ചു ഇത് എവിടെ എത്തില്ല എന്ന്. ഞാൻ തീർച്ചയായും പറയാം. അന്നേ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിരുന്നു. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അപ്പോൾ പിണറായി വിജയന് BJP പ്രൊട്ടക്ഷൻ ആർപ്പി എന്ത് പറഞ്ഞാലും ഇപ്പോൾ പിണറായിയെക്കുറിച്ചുള്ള ഇത്രയേറെ സൂക്ഷ്മമായി പിണറായിയെ മനസ്സിലാക്കിയ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ സാറ് പറയുന്നത് 3-ാം തവണയും പിണറായി വന്നേക്കാമെന്ന് മലയാളിയുടെ തലയ്ക്ക് മീതെ ഒരു ഡെമാസ്കസിന്റെ വാള് ഇപ്പോഴും തൂങ്ങുന്നു. ഡെമോക്ലസിന്റെ വാൾ. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേടാണ്. സുപ്രീം കോടതിയിൽ ഡെമോക്ലസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന ലാവ്ലിൻ കേസ്. അതേപോലെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. കേരള ജനതയുടെ അദ്ദേഹത്തെ തോൽപ്പിക്കേണ്ട ചരിത്രത്തിന്റെ ആവശ്യമാണ്. ജനങ്ങൾ ഇന്നത്തെ അവസ്ഥയിൽ എല്ലാവരും വെറുക്കപ്പെട്ട ഒരു നേതാവായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ എന്തും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മളെ മറ്റൊരു കാര്യം. അതിന് ശക്തമായ ഒരു പ്രവർത്തനം തുറന്നു കാട്ടൽ വളരെ അത്യാവശ്യമാണ്. അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെനിക്ക് പ്രത്യേകമായിട്ട് പേഴ്സണലായിട്ട് പിണറായി വിജയനുള്ള വിരോധമല്ല. അത് തന്നെ ഈ തവണ അധികം വന്നതിന് ശേഷം എത്ര കള്ളക്കേസിൽ കുടുക്കി 34 ദിവസം ജയിലിൽ കിടന്നു, 7 ദിവസം വേറെ കിടന്നു, പിന്നെയും അറസ്റ്റ് ചെയ്ത് 2 ദിവസം 3 ദിവസം കിടന്നു. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, വ്യക്തിപരമല്ല ഒട്ടും. അത് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി പോലീസിനെ നിർബന്ധിച്ചിട്ട്, സത്യത്തിൽ കേസെടുക്കാൻ യാതൊരു ഇതില്ലാന്ന് അവർക്കറിയാം, അവർ നിർബന്ധിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചതൊക്കെ നമുക്ക് എന്നെ ധാരാളം വേട്ടയാടിയത് ഞാൻ പ്രതികാരം വിട്ടാൻ വേണ്ടി. ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ. എനിക്കും അങ്ങേക്കും ഒക്കെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും കമ്മ്യൂണിസ്റ്റുകാരോടുമുള്ള സോഫ്റ്റ് കോർണർ വെച്ച് അനുഭാവം വെച്ച് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ അങ്ങ് കണ്ടെത്തിയതുപോലെ അങ്ങേയറ്റം കറപ്റ്റും ക്രിമിനലുമായിട്ടുള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് ഇത്ര ദീർഘമായി വിരാജിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിക്കേണ്ടത് പല ഏകാധിപതികളും പല രാഷ്ട്രങ്ങളും ഭരിച്ചിട്ടുള്ളത് അവരുടെ തന്ത്രങ്ങൾ കൊണ്ടും കുതന്ത്രങ്ങൾ കൊണ്ടും ഭീഷണി കൊണ്ടും പോലീസ് സംവിധാനം കൊണ്ടും ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. അവരൊക്കെ മാതൃകയാണല്ലോ അദ്ദേഹവും. വടക്കൻ കൊറിയയിൽ എങ്ങനെയാണ് അദ്ദേഹം ഭരിക്കുന്നത്? സെയിം. അതിനേക്കാളൊക്കെ സ്റ്റാലിൻ എത്ര കാലം അടക്കി വാണു. അതേപോലെയുള്ള ഒരു ഏകാധിപതി, അവരെക്കാളൊക്കെ ക്രൂരനായ കാപാലികനായ ഒരു ഭരണാധികാരിക്ക് അത് കഴിയും എന്നുള്ളത് അതേപോലെ അന്ധമായി വിശ്വസിക്കുന്ന അണികളുള്ളപ്പോൾ അതൊക്കെ സംഭവിക്കും. അപ്പം ശരിക്കും കണ്ണു തുറന്ന് നോക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്ധത ബാധിച്ചു, അത് പൊളിക്കണം. അതെ, എന്തായാലും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സൂക്ഷ്മമായി പിന്തുടരുകയും പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ഒരിക്കലും വിട്ടുവീഴ്ചയോ നിലപാട് മാറ്റമോ ഇല്ലാതെ പോരാടുകയും ചെയ്യുന്നൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ അങ്ങ് ഇപ്പോഴും അവസാനമായി ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് ഇനിയിപ്പോൾ ഒരു കൊല്ലത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, ജനങ്ങളോട് പറയുന്നു സൂക്ഷിക്കുക, തിരിച്ചറിയുക. ഇനിയെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളം എന്ന സ്റ്റേറ്റിൽ എന്തായിത്തീരുന്നു പറയാൻ പറ്റില്ല. അതിൻ്റെ മഹത്വവും വിശുദ്ധിയും സംസ്കാരവും കൂടിയാവും തകർക്കപ്പെടില്ല, മൊത്തത്തിൽ തകർച്ചയായിരിക്കും. നമ്മുടെ സംസ്കാരം തകർക്കും, അതേപോലെ സാമൂഹ്യ എല്ലാ സാമ്പത്തിക മേഖല എല്ലാം തകർക്കും. അദ്ദേഹം ഇത് കഴിഞ്ഞാണ്ട് പോവും. അപ്പോഴാണ് നമ്മൾ ഇത്രയും കാലം ഒരു കള്ളനായിരുന്നല്ലോ നമ്മളെ ഭരിച്ചത് എന്ന് തിരിച്ചു അദ്ദേഹത്തിന് സുരക്ഷിതമായി കഴിഞ്ഞുകൂടാനും അതിനപ്പുറമൊക്കെ ഉള്ള സംവിധാനം ആയിട്ടുണ്ടാവും. അത് കൃത്യമായി ഞാൻ പറഞ്ഞ ശേഷം സ്വപ്ന സുരേഷ് അദ്ദേഹത്തിന് കൂടെയുള്ള ആളാണ്. ഈ കസ്റ്റംസ് റിപ്പോർട്ട് പറയുന്നത് പിണറായി വിജയനായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് സ്വപ്ന സുരേഷ് എന്നാണ്. സ്വപ്ന സുരേഷ് പറഞ്ഞല്ലോ വിദേശത്ത് ഉള്ള അദ്ദേഹത്തിൻ്റെ ആസ്തി എത്രയാണെന്ന് അവർക്ക് പോലും അറിയില്ല എന്ന് പറയുന്നതിൽ അപ്പുറം എന്താ വേണ്ടേ? CPM-ൻ്റെ അണികളോടും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകന്മാരോടും ഞാൻ ഇത്രയും നേരം ക്രൈം നന്ദകുമാറിനോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിരന്തരമായ വേട്ടയാടലുകളെ അതിജീവിച്ചാണ് അദ്ദേഹം ഇപ്പോഴും ഈ പോരാട്ടം തുടരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പുകളിൽ ആണ് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്.
അതല്ല അദ്ദേഹത്തോട് വല്ല വിയോജിപ്പും ഉണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഓഫീസും എത്രയോ കാലമായി ഇദ്ദേഹത്തോട് പെരുമാറിയതുപോലെ പെരുമാറുന്നതല്ല ജനാധിപത്യം എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാവട്ടെ. അങ്ങയുടെ പോരാട്ടങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.